ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ചുളിവ് മാറാൻ വേണ്ടി തന്നെയാണ്. ഒരു 30 വയസ്സൊക്കെ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ 30ാമത്തെ വയസ്സോട് നമുക്ക് എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് വല്ലപ്പോഴും 2-3 പ്രാവശ്യമൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്തു പോയാൽ മതി. റിങ്കിൾസ് ഉള്ളവർ മാത്രം ഡെയിലി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ ഒരു മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടും. പ്രത്യേകമായിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് മിക്ക ആൾക്കാരും ഫേസിലൊന്നും ഒരു മസാജ് കൊടുക്കാറില്ല അല്ലേ. പിന്നെ ചില ആൾക്കാരുണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മാസത്തിലൊരിക്കൽ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു മസാജ് അന്നേരം കിട്ടും. പിന്നെ നമ്മുടെ മുഖത്തോട്ട് വലിയ ഒരു പായ്ക്കൊക്കെ ഇട്ട് പോകുന്നതല്ലാതെ നമ്മുടെ ഫേസിലൊന്നും മസാജ് ചെയ്യുന്നൊരു പരിപാടിയേ ഇല്ല. ഞാൻ പറയുന്നു, നിങ്ങളൊരു 30 വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ ഒരു മസാജ് തുടങ്ങണം, മസ്റ്റായിട്ടും ചെയ്യണം. അപ്പോൾ ഈ മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എല്ലാവരും എന്താണ് അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്? മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത്, നമ്മളെ ഫേസിൽ, നമ്മൾ എവിടെയാണ് ശരീരത്തിൽ എവിടെയാണെങ്കിലും ഒന്ന് തിരുമുന്നതും ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് നല്ല ശരീരത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് അവിടെ. അപ്പോൾ കൂടുമ്പോഴാണ് നമ്മുടെ ആ ഒരു രക്തയോട്ടം നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല പേശികളിലുണ്ടാകുന്ന വേദനകൾ കുറയും. അതുപോലെ തന്നെ നല്ല റിലാക്സേഷൻ കിട്ടും, നല്ലൊരു എനർജി. ആ ഒരു ദിവസം നമ്മൾ ആ രാവിലെ എഴുന്നേറ്റ് മോർണിംഗിൽ ചെയ്യുന്ന ഒരു പതിവായിട്ട് റൊട്ടീനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എനർജി കിട്ടും. നമുക്ക് അന്നത്തെ ദിവസം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത്. അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് നല്ലൊരു സുഖമായിരിക്കും അല്ലേ. നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വീക്ക് ആകത്തേ ഉള്ളൂ, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടും. അപ്പം ഇതിനെല്ലാമാണ് നമ്മൾ എക്സസൈസ് ആയിട്ടും യോഗയായിട്ടും ഒക്കെ നമ്മൾ ചെയ്തു പോകുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തും റിങ്കിൾസ് കുറയാനായിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേനും, പ്രത്യേകിച്ച് ഒരു പ്രായമാകുമ്പം പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരുന്ന സ്ഥലങ്ങൾ, കണ്ണിൻ്റെ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ണിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും ഒക്കെയാണ്, കഴുത്തൊക്കെയാണ്. അപ്പം നമ്മൾ എന്താണ് അതിനെ പെട്ടെന്ന് അതൊന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും, ചുളിവ്, ഞാൻ എപ്പോഴും പറഞ്ഞ ചുളിവുകൾ എന്തായാലും വരും. ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ പ്രായമായോ നമുക്ക് ചുളിവുകൾ വരും. പക്ഷേ ഒരുപാട് കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. നമുക്ക് ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് കറപ്പടിക്കുന്നതും കരിവാളിപ്പുണ്ടാകുന്നതും പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം ഒക്കെ ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഓർക്കുക, നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴും നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രസരിപ്പുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ നല്ല തുടിപ്പുണ്ടാകത്തുള്ളൂ. രക്തയോട്ടം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് എന്താണ്, നമുക്കൊരു കയ്യിൽ ഒരു രക്തം കട്ട പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നു ഒരു ചതഞ്ഞ പോലെ ഇരിക്കില്ലേ നമ്മുടെ ഒരു ശരീരം, ഒരു ചതഞ്ഞ പോലെ ഒരു ഫീൽ നമുക്ക് കാണത്തില്ലേ നമ്മുടെ ദേഹത്തൊക്കെ രക്തയോട്ടം, ബ്ലഡ് കോട്ടായി കിടക്കുന്ന അവസരത്തിൽ. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഫേസിലും. പുറമേ ആ ചതവ് കാണുന്നില്ലെങ്കിലും ഉള്ളിലുള്ള നരമ്പുകളൊക്കെ ഒരു ക്ഷതം സംഭവിച്ച പോലെ ആയിപ്പോവും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ. അതിനെയൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ആ മുഖത്തെ തുടിപ്പും കാര്യങ്ങളും ഉണ്ടായി റിങ്കിൾസ് കുറയും. അതാണ് നമ്മൾ ഈ ഒരു മസാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നമ്മളെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും നല്ല തിളക്കത്തോടു കൂടിയും നല്ലൊരു ടൈറ്റായിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മസാജാണ്, സിമ്പിളായിട്ടുള്ളൊരു മസാജാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡെയിലി ചെയ്തു പോകാം. ഒരുപാട് റിങ്കിൾസും കാര്യങ്ങളും ഉള്ളവർ ഡെയിലി ചെയ്തു പോകാം, ഇല്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2-3 വട്ടം ചെയ്താൽ മാത്രമേ. അപ്പം മസാജ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഓയിലോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും എടുക്കണം. അപ്പം ഞാനിപ്പം മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിന് ചേരുന്ന ഏതെങ്കിലും ഓയിൽ എടുക്കുക. ആൽമണ്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ല. സ്കിന്നിന് കുരുക്കളുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിക്കുക. നല്ലെണ്ണ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്ലൈമറ്റിൽ കുറച്ചുകൂടെ നല്ലത് എണ്ണയായിരിക്കും. അല്ലെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിലി സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പം വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസർ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കണ്ണ് പോലും ഒന്നും എഴുതിയിട്ടില്ല. ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിലി സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ എടുക്കുക. ഡ്രൈ സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ ഡ്രൈ സ്കിന്നുകാരെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് അബ്സോർവ് ആകാൻ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് തോന്നും. വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഏതാ ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും മസാജ് ചെയ്യുക കേട്ടോ.
അപ്പോൾ കൂടുതലും നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് റിങ്കിൾസ് കൂടുതലായിട്ട് വരുന്നത്. ഈ കണ്ണിനടിയിൽ ഒക്കെയാണ് റിങ്കിൾസ് പെട്ടെന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കേന്ദ്രീകരിച്ച് തന്നെ ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഇവിടുത്തെ ഒരു റിങ്കിൾസ് മാറാനായിട്ട് നമുക്ക് കൈ വെച്ച് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഫസ്റ്റ് അവിടെ നിന്ന് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ ഒരു ഭാഗവും ഇങ്ങനെ പിടിക്കുക. കണ്ണിന് തൊട്ട് ചേർന്ന് വേണ്ട, തൊട്ട് താഴെ വെച്ചിട്ട് ഇങ്ങനെ കാരണം ഇവിടെയാണ് കൂടുതലും റിങ്കിൾസ് ഒരു വര പോലെ ഇങ്ങനെ വന്ന് വീഴുന്നത്. ഇവിടെ കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പ്രഷർ പോയിൻ്റ് കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യണം. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്യാം. ചൂണ്ടുവിരലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ഉപയോഗിക്കുക മോതിരവിരൽ ഉപയോഗിക്കണം, ഇവിടെ നമുക്ക് ചൂണ്ടുവിരൽ ഉപയോഗിക്കണം. അപ്പോൾ ഒരു 10 വട്ടം നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നമ്മളിപ്പോൾ ഇവിടെ ഈ ചൂണ്ടുവിരൽ വെച്ച് ഇവിടെയാണ് മസാജ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ചുളിവുകൾ ഉണ്ടാകാം, ഇവിടെ ഉണ്ടാകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി നമ്മുടെ മോതിരവിരൽ ഈ ഒരു മോതിരവിരൽ എടുക്കുക. അതായത് മോതിരവിരൽ അറിയാമല്ലോ. ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് മസാജ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാജൊക്കെ ഞാൻ നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ പുതിയ ആൾക്കാർ വീണ്ടും നമ്മുടെ വാട്സപ്പിൽ വന്ന് ഒരുപാട് കമൻറ്റിലൊക്കെ ചോദിക്കുന്നുണ്ട് മസാജിനെ പറ്റി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും പഴയ പുറകിലോട്ടുള്ള വീഡിയോ കാണാൻ ആർക്കും താല്പര്യമില്ല. എപ്പോഴും എല്ലാവർക്കും പുതിയ വീഡിയോകളല്ലേ കാണാൻ താല്പര്യം. അതുകൊണ്ടാണ് ഈ റിങ്കിൾസിൻ്റെ മസാജ് വീണ്ടും ഞാൻ ഇട്ട് തരുന്നത്. എന്നാലും എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ ഈ ഒരു മസാജ് നമ്മൾ എപ്പോഴും ഈ മസാജ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളത് മസ്റ്റായിട്ടും ചെയ്യണം. അതായത് നമ്മുടെ ഐബ്രോസ്, നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത്രയും റൗണ്ട് ഏരിയയിൽ റിങ്കിൾസ് ഭയങ്കര കൂടുതലായിട്ട് കാണാം. ഒരു 40-45 വയസ്സ് കഴിയുമ്പോൾ തൊട്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു തൂക്കൽ പോലെ നമുക്കുണ്ടാവും. അതായത് നമ്മുടെ ഒരു ഐബ്രോസ് എപ്പോഴും താന്നിരിക്കുന്ന ഒരു ഫീൽ. ഇങ്ങനെ താന്നിരുന്നാൽ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ഭാഗം എന്തൊരു ബോറായിരിക്കും അല്ലേ. പ്രായം ചെന്നവരുടെ ഒരു കണ്ണിൻ്റെ ഉപ്പിക്കൊടി പോലെ നമുക്കിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോതിരവിരൽ വെച്ചിട്ട് അപ്ലിഫ്റ്റ് ചെയ്ത്, അതായത് അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊക്കി കൊടുക്കുക. ഇങ്ങനെ ഐബ്രോസ് ഒന്ന് പൊക്കിയിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ അത് ലിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ എപ്പോഴും ഞാനൊക്കെ ഈ മസാജൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടൈമൊന്നും വേണ്ട, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പതിവായി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഇവിടെ നല്ല ലിഫ്റ്റ് ചെയ്ത് നിന്നിട്ട് നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഈ ഭാഗത്തെ ചുളിവ് കുറഞ്ഞു കിട്ടും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ചെയ്യുമ്പോൾ നമ്മളൊരു 10 വട്ടം വീതമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസ് നല്ല യങ്ങായിട്ടിരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ മസാജ് എപ്പോഴും മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഒരു മോതിരവിരൽ ചെന്നിട്ട് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും മിക്ക പ്രശ്നമാണ് ഈ കണ്ണിൻ്റെ ഇവിടുത്തെ ഒരു ഐബാഗ് പോലെ വന്ന് തൂക്കം പോലെ വന്ന് കിടക്കുന്നത്. അത് മാറാനായിട്ട് ഈ ഒരു മസാജ് ഒത്തിരി നല്ലതാണ്. ചെറുതായിട്ടൊന്ന് ഒത്തിരി പ്രഷർ ചെയ്യേണ്ട, സോഫ്റ്റായിട്ട് ടച്ച് ചെയ്തിട്ട് എല്ലാം ഈ പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യണം. 2 സൈഡിലും പ്രഷർ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പ്രഷർ പോയിൻറ്റിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്ന പ്രഷർ പോയിൻ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൊണ്ട് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഒരു 10 വട്ടം ചെയ്യുക. ഇങ്ങനൊരു മസാജ് കൊടുക്കുക. അപ്പോൾ കണ്ണ് മേളിലോട്ട് വെച്ചിട്ട് വേണം ഇങ്ങനൊരു മസാജ് എടുക്കുക. കാരണം നമ്മൾ കണ്ണ് മേളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് റിങ്കിൾസ് കുറയാനായിട്ട് ഒത്തിരി സഹായിക്കും നമ്മുടെ ഈ ഒരു മസാജിന്. അപ്പോൾ കണ്ണ് മേളിലോട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് നേരം നമുക്ക് ചെയ്യാം. ഒത്തിരി പ്രഷർ ചെയ്ത് ചെയ്യേണ്ട, സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. കണ്ണിൻ്റെ ഈ ഏരിയ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനൊരു മസാജ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ മസാജ് കൊടുക്കുമ്പം പിന്നെ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് വരുമ്പം ഇങ്ങനെ ആക്കരുത്, ഇങ്ങനെ ചുളിക്കരുത് കണ്ണ്. തിരിച്ച് വരുമ്പം വളരെ സോഫ്റ്റായിട്ട് മസാജ് കൊടുക്കും. ഇങ്ങനെ ഇച്ചിരി ശക്കല ഒരു നോർമൽ പ്രഷർ കൊടുത്താലും തിരിച്ച് റിട്ടേൺ വരുമ്പം നമ്മൾ അതൊക്കെ സോഫ്റ്റായിട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 1 മിനിറ്റ് നേരം നമ്മൾ കണ്ണ് മേളിലോട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബോളിൽ ഇവിടെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ബോളിൽ നമ്മുടെ ഈ ഒരു മോതിരവിരൽ വെച്ചിട്ട് കണ്ണടച്ച് പിടിക്കുക. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. ആദ്യം ക്ലോക്ക് വൈസിൽ കൊടുക്കുക, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക. അപ്പോൾ കണ്ണ് തിളക്കം കിട്ടാനായിട്ടും നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും എല്ലാം സഹായിക്കുന്നു. നല്ല റിലാക്സേഷൻ കിട്ടുന്നു. അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് മസാജാണ് നമ്മുടെ കണ്ണിനുള്ളത് കേട്ടോ. ഒത്തിരി ആ ബൈബോളിലോട്ട് കൈ പ്രസ് ചെയ്ത് സോഫ്റ്റായിട്ടേ പ്രസ് ചെയ്യാവുള്ളൂ.
എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലും കണ്ണടച്ച് പിടിച്ചുകൊണ്ടൊരു മസാജ് കൊടുക്കുക. ഇതൊരു 10 വട്ടം ചെയ്യുക. അപ്പോൾ ഇത്രയും തന്നെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് വളരെയധികം സഹായിക്കും ഈ ഒരു മസാജ്. നമ്മൾ ഇത് ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അല്ല ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല, നാളെ ചെയ്തു മറ്റന്നാൾ ചെയ്തില്ല, ഇങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ മസാജ് ചെയ്യുമ്പം എപ്പോഴും നമുക്ക് പ്രശ്നമുള്ള ആൾക്കാരെ കണ്ണിന് എന്താ പറയുക, കണ്ണിന് തടിപ്പ്, അതുപോലെ തന്നെ ചുളിവുകൾ, ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവർ റൊട്ടീനായിട്ട് ചെയ്യാം. റൊട്ടീനായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് പതിയെ പതിയെ വരാൻ തുടങ്ങുന്നത്. ഇതൊന്നും യാതൊരു കെമിക്കലും ഉപയോഗിച്ചില്ല നമ്മൾ ചെയ്യുന്നത്, നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് സമയമെടുക്കും. അപ്പം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ആൾക്കാർ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളവർ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. വലിയ പ്രശ്നമുള്ളവർക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം വരും. അപ്പോൾ അതെല്ലാവരും ചിന്തിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മളിതൊന്നും വേറെ കാശ് കൊടുത്ത് മെഷീൻ വെച്ചൊന്നും അല്ല ചെയ്യുന്നത്, നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചില്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട മസാജ്, ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു നെറ്റിയിലെ ഒരു ചുളിവ് മാറാനായിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ടൈറ്റ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സൈഡിലോട്ട് 2 സൈഡിലോട്ടും കൊടുക്കുക. ഇവിടുത്തെ ചുളിവ് ഇങ്ങോട്ട് മാറി നിൽക്കാനായിട്ടുള്ളൊരു മസാജ്. പ്രഷർ പോയിന്റിൽ തന്നെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രഷർ പോയിന്റിൽ തന്നെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇതൊരു 10 വട്ടം നമ്മൾ കൊടുക്കുക. ഇതൊരു 10 വട്ടം കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ 3 വിരലെടുക്കുക, ഒരുപോലെ പിടിക്കുക. 3 വിരലിൻ്റെ ആ തുമ്പ് ഒരുപോലെ പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു റൗണ്ട് മസാജ് കൊടുക്കുക. ഈ സൈഡിലോട്ട് കൊടുക്കുക, പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. വീണ്ടും പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു വിരൽ ഒരുപോലെ തന്നെ ഇരിക്കണം. നമ്മൾ ഇങ്ങനെ ഒരുപോലെ ഇങ്ങനെ പിടിക്കണം. പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ റൗണ്ട് മസാജ് കൊടുക്കുക. പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ 2 വിരലെടുക്കുക. 2 വിരലെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വിരൽ ഒരുപോലെ വെക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. ഒരു 3 മസാജൊക്കെ കൊടുക്കുമ്പോൾ ഡെയിലി കൊടുത്താൽ തന്നെ നമ്മുടെ നെറ്റിയിലെ ചുളിവുകൾ മാറാനായിട്ട് ഒത്തിരി സഹായിക്കുന്നു. എപ്പോഴും റൊട്ടീനായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലൊന്ന് പ്രഷർ പോയിൻ്റ് ഒന്ന് മസാജ് കൊടുക്കുക. അപ്പം നെറ്റിയിലെ മസാജ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിലർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര പോലെ വരും അല്ലേ. അപ്പോൾ അവിടെ കൊടുക്കാനുള്ളൊരു മസാജ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കവിളൊന്ന് വീർപ്പിച്ച് പിടിക്കാം. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ അപ്പം ഈ ഒരു ഭാഗത്താണ് കൂടുതലും പെട്ടെന്ന് ചുളിവുകൾ. ഒരുപാട് പേര് പറയുന്നുണ്ട് വാട്സപ്പിൽ ഈ ചുണ്ടിൻ്റെ ചുറ്റിലുള്ള ചുളിവ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ളൊരു മസാജാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 3 വിരൽ വീണ്ടും എടുക്കാം, ഒരുപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ച് ചെവിയുടെ ഇവിടെ ചെവിയുടെ സൈഡിലോട്ട് വലിച്ചു വിടുക. വീണ്ടും ഇങ്ങനെ ചെവിയുടെ സൈഡിലോട്ട് വലിച്ചിടുക. ഇതൊരു 10 വട്ടം നമ്മൾ ചെയ്യുക. വീണ്ടും നമ്മുടെ 2 വിരലെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ചുണ്ട് കൂട്ടി പിടിക്കുക, പ്രഷർ പോയിന്റ് ടച്ച് ചെയ്യുക. എടുത്തിട്ട് നമ്മൾ ഈ 2 കൈവിരൽ ഉപയോഗിച്ച് ഈ 2 ചൂണ്ടുവിരൽ മടക്കി പിടിക്കുക. അതിനുശേഷം ഇത് 10 വട്ടം ചെയ്യുക. നെക്സ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഒരു 15 സെക്കൻഡ്. അതിനുശേഷം നമ്മുടെ ഇവിടെ ഈ 2 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് പകുതി വരുമ്പോൾ വലിച്ചു വിടുക. വീണ്ടും
പ്രസ് ചെയ്ത് കൊടുക്കുക. തൊണ്ടയുടെ താഴെ ഈ നമ്മുടെ തള്ളവിരൽ എപ്പോഴും ഇവിടെ ആയിരിക്കണം. ഇവിടെ എല്ലാവർക്കും ഒരു തൂക്കം പോലെ വരുമല്ലോ. അപ്പോൾ അതൊന്ന് മാറാനായിട്ടും ഫേസ് നല്ല ഷേപ്പായിട്ടിരിക്കാനായിട്ടും ചെയ്യുന്ന ഒരു മസാജാണ്. അപ്പോൾ ഈ ഒരു തൊണ്ടയുടെ ഈ ഭാഗം കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇവിടെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് ഇവിടെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് പ്രഷർ ചെയ്ത് കൊടുക്കണം. ഒത്തിരി പ്രഷർ വേണ്ട. എന്നിട്ട് ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ട് ടച്ച് ചെയ്യുക, വലിച്ചു വിടുക. അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഷേപ്പായിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഡബിൾ ചിൻ, ഈ ഒരു ഭാഗത്തെ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ പതിയെ പതിയെ മാറാൻ സഹായിക്കുന്നു. ഒരുപാട് കൂടിയ ആൾക്കാർക്കൊക്കെ കുറേ പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഇത് നോർമലായിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും അത് ഒരുപാട് കൂടി ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് നമുക്ക് അത് തുടക്കത്തിലേ മുതൽ ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. ഒരുപാട് എല്ലാവരും എല്ലാം കൂടിക്കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ മൈൻഡ് കൊണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാജ് കൊടുക്കാം. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഫേസ് ഷേപ്പായി കിട്ടാൻ സഹായിക്കുന്ന മസാജാണ്. അപ്പോൾ ഇതും ഒരു 10 വട്ടം തന്നെ നമുക്ക് ചെയ്യാം. ഒരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജാണ് നമ്മുടെ ഫേസിലെ നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാനായിട്ട്. ഇതൊരു 10 വട്ടം നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തമേ നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പം നമ്മുടെ ഈ ഭാഗത്തെ എല്ലാം ചുളിവുകൾ നമ്മൾ പുറകോട്ട് പോകും. മനസ്സിലായോ? ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ചെയ്യുക. എന്നിട്ട് മേളിൽ കൂടെ പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. ഇങ്ങനെ എടുക്കുക, പ്രഷർ പോയിൻറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ തള്ളവിരൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമെന്നല്ല, ഈ 2 തള്ളവിരലും 2 സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. കണ്ടോ? ഇങ്ങനെ ഈ ഒരു ഭാഗത്തെ റിങ്കിൾസ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി ഈ വിരലാണ് നമ്മുടെ ഓടിപ്പോകുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു 10 വട്ടം ചെയ്യുക. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എല്ലാ മസാജിൻ്റെ കാര്യവും ഇത് പായിക്കിട്ടാൽ എന്ത് കാര്യം നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഇച്ചിരി നീളം കൂടി പോകുന്നത്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് കമൻറ്റുകളും ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്. ഒത്തിരി റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. നിങ്ങളത് ചെയ്തു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ബെറ്റർ റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എപ്പോഴും നമുക്ക് എവിടെയാണോ പെട്ടെന്ന് ഡള്ളായിട്ടിരിക്കുന്ന ഏരിയ, അല്ലെങ്കിൽ കവിളിൻ്റെ ഒരു ഭാഗം ഒരു ഉഷാറില്ലാത്ത പോലെ ഒരു എന്താ പറയുക, ഒരു സാഗ് ചെയ്ത പോലെയൊക്കെ ഇരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ അവിടെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി കൂടുതലും നമ്മൾ ഈ ഒരു ഭാഗത്ത് മസാജ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പം നല്ലതായിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുക, ടാപ്പ് ചെയ്യുക. പാറ്റ് ചെയ്യുക, റൗണ്ട് പാറ്റിങ്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യണം. ആദ്യം ക്ലോക്ക് വൈസ്, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് തിരിച്ചും മറിച്ചും. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ നിന്ന് കൊടുക്കാം. കണ്ണടച്ച് വിട്ടിച്ചൊരു ചുറ്റിനും കൊടുക്കാം. നെറ്റിയുടെ ഇവിടെ കൊടുക്കാം പാറ്റിങ്. നമുക്ക് മൊത്തം ഒരു പാറ്റിങ് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇനിയും നിങ്ങൾ ചെയ്യാത്ത ആൾക്കാർ, ഇനി റിങ്കിൾസിന് വേണ്ടി മസാജ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യണം. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്, നിങ്ങളിത് കണ്ടിട്ട് അതുപോലെ ചെയ്തു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ദിവസങ്ങൾ കൊണ്ട് തന്നെ മാറ്റം കിട്ടും. പിന്നെ ഒരുപാട് റിങ്കിൾസ് ഉള്ളവർ ട്രൈ ചെയ്യുക. അത് മാറുന്നിടം വരെ അത്യാവശ്യം കുറയുന്ന നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നമുക്കെല്ലാവർക്കും നമ്മളെ എപ്പോഴും കാണും, നമുക്കത് മനസ്സിലാവില്ല. പക്ഷെ നമ്മളെപ്പോഴും കുറച്ചൊരു മാസമൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളോട് ഒരാൾ പറയും, മുഖത്തിന് നല്ല മാറ്റം ഉണ്ടല്ലോ,
പിന്നെ അത് കുറച്ചും കൂടെ സുന്ദരിയായല്ലോ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു മാറ്റം അറിയാൻ സാധിക്കുന്നത്. അതെല്ലാവരും ഓർക്കുക. നമ്മളെപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കും, നമുക്കൊരു മാറ്റവും തോന്നിക്കത്തില്ല. മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മുടെ മാറ്റത്തെക്കുറിച്ച് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു പോവുക, റൊട്ടീനായിട്ട് ചെയ്യുക. നല്ല ഒരു തുടിപ്പും കാര്യങ്ങളും കിട്ടി നമ്മുടെ ആ ഒരു പിന്നെ മുഖം നല്ല ഭംഗിയായിട്ടും നല്ല ഗ്ലോ ആയിട്ടും നല്ല ഷൈനിങ് ആയിട്ടും ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു പോവുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.